ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ 2 റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രമൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഇതാ ഫുള്ളായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കണം കേട്ടോ. ഇത് 2 നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവായി വരുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് വേവാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഉപ്പേരി അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ വേവായത്. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പി ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണിത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെണ്ടക്ക മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം
മൂടി വെച്ച് വേവിക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പകുതി വേവ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് കേട്ടോ. പുളി ഞാൻ പിഴിഞ്ഞിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഈ മുളകിട്ടതിന്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വെണ്ടക്ക പകുതി വേവായത് കൊണ്ടിട്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ. ഇപ്പോൾ വെണ്ടക്കൊക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് ആട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ആയിട്ടുള്ള 2 റെസിപ്പിയാണ് ഇപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.